നമുക്ക് പിള്ളേരൊക്കെ ആകുമ്പം തൻ്റെ പപ്പയും എൻ്റെ പപ്പയും കൂടെ ഇവിടെ വന്ന് അവർ രണ്ടെണ്ണമൊക്കെ അടിച്ച് കുറച്ചുകൂടി നിർത്താനൊക്കെ പറഞ്ഞ് രണ്ട് മമ്മിമാരും കൂടെ കുക്ക് ചെയ്ത് നമുക്ക് പിള്ളേരെ കളത്തി ഇവിടെ ഇരിക്കുക. അവർ നല്ല ഫുഡൊക്കെ തന്നു അവർക്ക് നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറയാം. എനിക്ക് വയ്യ, ഇതൊക്കെ സ്വപ്നത്തിലേ നടക്കത്തുള്ളൂ കേട്ടോ. അതൊക്കെ നടക്കും, കഷ്ടപ്പെട്ട നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഏത് ഇപ്പൊ ഈ ടെൻഷൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഹണിമൂണല്ലേ? പട്ടായാണോ മാലദ്വീപ്സിലാണോ എവിടെ നമ്മൾ പോന്നെ? പട്ടായ മാലദ്വീപ്സ് ഹണിമൂണൊന്നും അല്ല, പിന്നെ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോവാം. ഞാൻ വരുന്നൊന്നുമില്ല നൈറ്റ് ഡ്രൈവിന്. എടി നല്ല ചൂട് പുട്ട്, ആവി പറങ്ങ, മട്ടൻ കറി, പപ്പടം, ബിരിയാണി, ചായ, എന്താ പറയുന്നു. രാവിലെ ഓഫീസിൽ പോകണതാ. ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങിയ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഓഫീസിൽ പോവാം. ചടിപ്പ് മൂഷാട്ടെ വിളിച്ച എന്റെ കുഴപ്പമാണ്. ഇപ്പൊ വരണില്ല, ഞാൻ വരുന്നില്ല. എന്നാ ഞാൻ പോണുണ്ട്. എന്റെ ഫോണല്ല, എന്റെ ഫോൺ എന്റെ തന്നെ ഉണ്ട്. അപ്പൊ പോയിട്ട് വരാം. അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ തന്നെ ഇരുന്നു വിളിച്ചപ്പോ വലിയ ചാടാണ് ചെയ്തു. അല്ലെങ്കിൽ താൻ കൂടെ വാ. വെള്ളം വയ്ക്കാതെ വാ, പപ്പ എണീക്ക്. അവരൊക്കെ ഇപ്പൊ എപ്പോഴും ഉറങ്ങിക്കാണും. ഇങ്ങോട്ടാണ് ഈ പാതിരാത്രി രണ്ടും കൂടെ? നമ്മള് ഹണിമൂൺ. ഹണിമൂൺ അല്ല, നൈറ്റ് റൈഡ്. നൈറ്റ് റൈഡാ? അത് ഈ പാതിരാത്രിയില്? അല്ല, ഈ പാതിരാത്രി പോണല്ലേ നൈറ്റ് റൈഡ് എന്ന് പറയുന്നത്. ആ, എന്നാ അങ്ങനെ ഒരു നൈറ്റ് റൈഡ് വേണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതല്ലേ, ഞാൻ ഉറങ്ങി കിടന്നതാണ്. അപ്പൊ ഇവള് പറയില്ലേ അപ്പ ഇവക്ക് ഈ ചൂട് പുട്ടിനകത്ത് മട്ടൻ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് ചായ കുടിച്ചിട്ട് വരാം. പിന്നെ എന്റെ ഭാര്യ ഒരു ആഗ്രഹം നമ്മൾ എന്റെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലടി ആണോ മോളെ? എന്റെ ഈശോയെ, നട്ട കുരുക്കത്തെ കള്ളം കിടന്നോണേ പപ്പയുടെ മുഖത്ത് നോക്കിയിട്ട്. എന്റെ പൊന്നു പപ്പ നേരത്തെ കിടന്ന് ഉറങ്ങണം, നാളെ രാവിലെ ഓഫീസിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കിടന്ന് എന്നെ രാത്രി വിളിച്ചിറക്കിയത് ഈ മനുഷ്യനാ. മാടി ചൂട് എന്തോന്ന് പുട്ടും മട്ടനെ വാങ്ങിച്ചിരാന്ന്. എന്നിട്ട് എന്റെ വില്ലിടുന്നോ? ബാക്കി കഥയൊക്കെ നീ ഉണ്ടാക്കിയതാണല്ലേ? ഞാൻ അല്ലെങ്കിൽ പപ്പേന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പപ്പ ഇറങ്ങിയത്. അതെ, ഒന്നും വേണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടോ. ചെല്ല് ചെല്ല്. ഇറങ്ങി പോയി വേണ്ടില്ലേ? വേണ്ട. അല്ല, പപ്പ രാത്രി എവിടെ പോയതാ? ഓ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലതേ, വെള്ളം കുടിക്കാൻ വന്നതാ. ആഹാ, അത് പറയണ്ടേ. എന്നാ പിന്നെ നമുക്ക് നൈറ്റ് റൈഡ് നാളെ പോവാടി. എന്നാ പിന്നെ ഞാൻ രണ്ട് കസേരയും ഗ്ലാസ് കേട്ടോ. അപ്പൊ നിനക്ക് എന്തിനാ പ്രാന്തായ? അല്ല, അപ്പൊ വെള്ളം അടിക്കാൻ വെള്ളം അടിക്കാനല്ല, വെള്ളം കുടിക്കാൻ വന്നതാ. അത് പാതിരാത്രി വെള്ളം അടിക്കുന്നത്. അല്ല, ഇനി ആ പ്ലാൻ ഉണ്ടാവും. ഇനി അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല, പോയി കിടന്ന് ഉറങ്ങ് രണ്ടും കൂടെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ചെല്ല്. പോണ്ടേ? അല്ല, ഒരു കാര്യം ചെയ്യ്. എന്തായാലും പുട്ടും മുട്ടടാൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, പോയി കഴിച്ചിട്ട് വാ. പിന്നെ രാത്രിയാണെന്ന് വെച്ചാൽ ഓവർ സ്പീഡ് ഒന്നും വേണ്ട, സൂക്ഷിച്ചൊക്കെ പോണം. മോളെ ഒരു ഇച്ചിരി ശ്രദ്ധിച്ചു, ഇച്ചിരി ബിഗിളിയാവേ. ചെല്ല് ചെല്ല്. വരുമ്പോ വിളിച്ചാ ഞാൻ ഡോർ തുറന്നു തരാം. എന്തിന്? ഞാൻ താക്കോൽ കൊണ്ട് ഒപ്പാടെ തുറക്കൂ. അയ്യാ, അങ്ങനെ വേണ്ട, ഞാൻ തുറന്നു തരും, ഇയാളെ വിളിച്ചാ മതി. ചെല്ല് ചെല്ല്. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ വരുമ്പോ 2 പാഴ്സലോട് മേടിച്ചു. ശരി എന്നാ. പിള്ളേരുടെ ഒരു കാര്യം